ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഈ സിബിൽ സ്കോറാണ്. എന്താണ് സിബിൽ സ്കോർ? നിങ്ങളിപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ വലിയ ധനകാര്യ സ്ഥാപനത്തിലോ ലോണിന് പോകുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണെന്ന് ചോദിക്കും. അത് അവർ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പാൻ നമ്പർ വെച്ചിട്ട് നമ്മുടെ സിബിൽ സ്കോർ കണ്ടുപിടിക്കാൻ പറ്റും. സിബിൽ സ്കോർ സ്റ്റാർട്ട് ചെയ്യുന്ന മിനിമം 300 മുതൽ 900 വരെയാണ് സിബിൽ സ്കോർ. അപ്പോൾ ഈ സിബിൽ സ്കോർ എത്ര വരെ ഉണ്ടെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൻ്റെ നിങ്ങളെങ്ങനെ ക്ലാസിഫൈ ചെയ്യണം സിബിൽ സ്കോർ വെച്ചെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അവർ നിങ്ങളുടെ പാൻ കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ എന്താണെന്നുള്ളത് നമുക്ക് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ ബാങ്കുകാർ ലോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് ഉണ്ടോ മറ്റുണ്ടോ ഇത് നോക്കിയിട്ടാണ് നിങ്ങളുടെ സിബിൽ സ്കോർ തീരുമാനിക്കുന്നത്. അത് എങ്ങനെയാണ് സിബിൽ സ്കോർ തീരുമാനിക്കുന്നത്? നിങ്ങൾ സ്ഥിരമായിട്ട് ലോൺ എടുക്കുന്ന ആളാണ്, കണ്ടമാനം ലോൺ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയാനുള്ള സാധ്യതകളുണ്ട്. സിബിൽ സ്കോർ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യത കുറയുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ലോൺ എടുക്കുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് പെൻഡിങ് ആക്കുന്നു, അടയ്ക്കാണ്ടിരിക്കുന്നു, ഇങ്ങനെ വരുമ്പോഴും നിങ്ങളുടെ സിബിൽ സ്കോർ കുറയുന്നു. അപ്പോൾ ഈ ബാങ്കിൽ ലോൺ നമ്മൾ പുതിയതായിട്ട് ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ നോക്കിയിട്ടാണ് അവർ ലോൺ പാസ്സാക്കുന്നത്. എങ്ങനെയാണ് സിബിൽ സ്കോർ നോക്കാം. അതായത് 600 മുതൽ 649 വരെയാണ് നിങ്ങളുടെ സിബിൽ സ്കോറെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ്, ഡൗട്ട്ഫുള്ളാണ് നിങ്ങൾക്ക് കിട്ടാൻ. കാരണം 600 മുതൽ 649 വരെയാണ് നിങ്ങളുടെ സിബിൽ സ്കോറെങ്കിൽ ബാങ്കുകാർ ചെറിയ തടസ്സങ്ങളൊക്കെ പറയും, ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. 650 മുതൽ 699 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്കോർ കാണിക്കുന്നത് സാറ്റിസ്ഫാക്ടറി. 650 മുതൽ 699 വരെ. അതായത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് എത്ര കിട്ടും, അതിന് റേറ്റ് എത്രയായിരിക്കും എന്നുള്ള ബാങ്ക് ടു ബാങ്ക് അന്വേഷിക്കേണ്ടി വരും. പിന്നത്തെ വരുന്നത് 700 മുതൽ 749 വരെ ആണ് അടുത്ത സ്കോർ വരുന്നത്. അതാണ് നിങ്ങളുടെ സിബിൽ സ്കോറെങ്കിൽ ഗുഡ് ആയിരിക്കും, നിങ്ങൾക്ക് അതിലെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, നന്നായിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അർത്ഥം. 750 മുതൽ 900 വരെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോറിൽ എക്സലൻറ്റ് എന്ന് കാണും. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് പരിശോധിക്കാം. സിബിൽ സ്കോർ കുറയാണ്ടിരിക്കാൻ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ലോൺ എടുക്കുക, കണ്ടമാനം വലിച്ചുവാരി എപ്പോഴും ലോൺ എടുക്കാണ്ടിരിക്കുക, എടുക്കുന്ന ലോൺ വളരെ കൃത്യമായിട്ട് അടയ്ക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ നന്നാവും. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ പോയാലും ലോൺ കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. അതാണ് സിബിൽ സ്കോർ. അതായത് ക്രെഡിറ്റ് കാർഡിൽ എടുക്കുന്നു, ക്രെഡിറ്റ് കാർഡിൽ എടുത്തിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് പെൻഡിങ് ആക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും, ലോൺ കിട്ടാനുള്ള സാധ്യതകൾ ബാങ്കിൽ നിന്ന് കുറയും. അപ്പോൾ സിബിൽ സ്കോർ നിങ്ങൾ ഏറ്റവും നല്ല സിബിൽ സ്കോർ എന്ന് പറയുന്നത് 750 to 900 ആണ്. അതിനും മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നത്തെ സ്ലാബ് എന്ന് പറഞ്ഞാൽ 700 മുതൽ 749 വരെ അതൊക്കെ ഗുഡാണ്. 650 659 സാറ്റിസ്ഫാക്ടറി ആണ്, കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. 600 649 പറയുമ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ചിട്ട് നിങ്ങളുടെ ലോൺ പോർട്ട്ഫോളിയോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.